വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമം പിൻവലിക്കണമെന്ന് NREG വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങളുമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പൊ പണിയെടുത്ത് വന്നിരുന്ന 10% ആളുകൾക്ക് പോലും പണി കിട്ടാത്ത അവസ്ഥയാണ്. 90% പണികളും വിദഗ്ധ തൊഴിലാളികൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് സ്കൂളിന് കെട്ടിടമുണ്ടാക്കുക, അംഗനവാടികൾക്ക് കെട്ടിടമുണ്ടാക്കുക, പൊതു സ്ഥാപനങ്ങൾക്ക് ശൗചാലയങ്ങൾ ഉണ്ടാക്കുക, പശുത്തൊഴുത്ത് ഉണ്ടാക്കുക, ആ രീതിയിലുള്ള മതിലുകൾ നിർമ്മിക്കുക, കുളങ്ങൾ കുഴിക്കുക, അതേപോലെ കിണർ കുഴിക്കുക, നിലവിലുണ്ടായിരുന്ന കുളങ്ങൾ പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുക, തോടുകൾ പുതുതായിട്ട് നിർമ്മിക്കുക, ആഴം കൂട്ടുക, ഉള്ള തോടുകൾ സൈഡ് പ്രൊട്ടക്ഷൻ. നേരത്തെ സൈഡ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അത് തോട്ടിലുള്ള മണ്ണെടുത്ത് മാറ്റിയിട്ട് 2 സൈഡിലേക്ക് ഇട്ട് കയറിന്റെ പായ വിരിച്ച് അതിന്റെ മേലെ പുല്ല് വെച്ച് പിടിപ്പിച്ച് തോടിന്റെ 2 സൈഡ് ഭിത്തികൾ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു നടത്തിയത്. ഇപ്പൊ അതല്ല, ഇപ്പൊ കരിങ്കല്ലുകൊണ്ട് കെട്ടണം, കിണർ റിപ്പയർ ചെയ്യുമ്പോൾ കരിങ്കല്ലുകൊണ്ട് കെട്ടണം, പുതിയ കുളങ്ങളാക്കുമ്പോൾ കരിങ്കല്ലുകൊണ്ട് കെട്ടണം. ആ രീതിയിലുള്ള അവിദഗ്ധ തൊഴിലാളികൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന തൊഴിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം ഒന്ന് BBG റാംജി പദ്ധതി ഒഴിവാക്കണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 18-ന് പഞ്ചായത്ത് ഓഫീസുകളിലേക്കും 19-ന് മുനിസിപ്പാലിറ്റികളിലേക്കും മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തൊഴിൽ ഉടൻ ആരംഭിക്കുക, V-ഗ്രാം നിയമം പിൻവലിക്കുക, ഓണം ഫെസ്റ്റിവൽ ആനുകൂല്യം 1200 രൂപ അനുവദിക്കുക, അയ്യങ്കാളി തൊഴിൽ പദ്ധതി ആരംഭിക്കുക, കൂലി കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. യൂണിയൻ ജില്ലാ സെക്രട്ടറി അസൈൻ കാരാട്ട്, ജില്ലാ അധ്യക്ഷൻ EK ആയിഷ, ജില്ലാ ട്രഷറർ VP അയ്യപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.